അവതക്കുട്ടി സ്റ്റാൻലിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ആദ്യം അവളെ ഒന്ന് കാണട്ടെ, അവളെ ഒന്ന് വിളിക്കുക, എന്നിട്ട് തീരുമാനിക്കാം, ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് അലീനയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് രണ്ടാളും കൂടെ. ഇതാണ് അലീനയുടെ റൂം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിലെ ഏറ്റവും നല്ല റൂമാണല്ലോ അവൾക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. അത് കേട്ടതും സ്റ്റാൻലി പറയുന്നുണ്ട്, അങ്ങനെ തന്നെയല്ലേ അപ്പച്ച ചെയ്യേണ്ടത്, നല്ല റൂം തന്നെ അവൾക്ക് കൊടുക്കണ്ടേ എന്ന് പറയുന്നുണ്ട്. വിളിച്ചിട്ടാണെങ്കിൽ അവൾ വിളിയും കേൾക്കുന്നില്ല. അങ്ങനെ റൂമിൻ്റെ വാതിലൊക്കെ തുറന്നിട്ട് ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ അവളെ കാണുന്നുണ്ടാവില്ല. എവിടെ ഉണ്ടായിരുന്നാണ്, അവിടെ കാണാനില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം അവതക്കുട്ടി പറയുന്നുണ്ട്, അവൾ എവിടെ ഒതുങ്ങി നിൽക്കാത്തവളായിരിക്കും, അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തേ കിടക്കുമോ, അത് എങ്ങനെ എഴഞ്ഞു പോവില്ലേ, നീ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീന വരുന്നുണ്ട്. ഇതാണ് അപ്പച്ചനെ ശല്യപ്പെടുത്തിയ ആള് അലീന എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അലീനയെ കണ്ടതും അവതക്കുട്ടി കണ്ണടക്കാതെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. കണ്ണിൽ ഇങ്ങനെ സങ്കടം വരുന്ന പോലെയൊക്കെ ഉണ്ട്. സ്റ്റാൻലി അലീനയ്ക്ക് അവതക്കുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ അപ്പച്ചൻ, നിൻ്റെ വല്യപ്പച്ചൻ എന്ന് പറയുന്നുണ്ട്. അപ്പച്ചന് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സംസാരിക്കും, ഞാൻ പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരെയും റൂമിലാക്കിയിട്ട് സ്റ്റാൻലി പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, വല്യപ്പച്ച ഞാൻ എപ്പോഴാണ് ഇവിടുന്ന് പോകേണ്ടത്, ഇന്ന് പോകണോ നാളെ പോകണോ, ഞാൻ എപ്പോൾ വേണമെങ്കിലും പോകാൻ തയ്യാറാണ്, എന്നെ ഇവിടെ ഒരാൾ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ, മറ്റാരും അംഗീകരിക്കില്ല എന്നുള്ളത് എനിക്കറിയാം, നിങ്ങളെ എല്ലാവരോടും ഉത്തരം പറയണ്ടേ, ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ, ഞാനിവിടെ നിന്നിട്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല, ഉപദ്രവം മാത്രമേ ഉള്ളൂ, പള്ളിക്കാരോടും വീട്ടുകാരോടും എല്ലാവരോടും സമാധാനം പറയണം, പാപ്പയ്ക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടാവില്ല, അവരോടൊക്കെ സമാധാനം പറയണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരായി അറിഞ്ഞു വന്നാൽ എല്ലാവരും എൻ്റെ നേരെ വരും, അപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങിപ്പോകുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് അവതക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്. അവതക്കുട്ടി പറയുന്നുണ്ട്, നീ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക, വെറുതെ അല്ല നിന്നെ കണ്ടതും സ്റ്റാൻലി അവൻ്റെ മകളാണ് എന്ന് ഉറപ്പിച്ചത്, അതിനൊരു കാരണമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അതിന് എന്താ കാരണം എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ചിന്നമ്മയുടെ അതേ മുഖമാണ് നിനക്ക്, അങ്ങനെ അതുപോലെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നീ ഇങ്ങനെ എന്നെ ഇവിടെ നിർത്തിയിട്ട് വർത്തമാനം പറയാതെ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിത്താ എന്നൊക്കെ പറ, ഒരു ചായയോ അല്ലെങ്കിൽ ജ്യൂസോ കാപ്പിയോ എന്തെങ്കിലും ഉണ്ടാക്കിത്താ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. വലിയപ്പച്ചി എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടില്ലേ വന്നത്, എന്നിട്ട് എന്നെ കണ്ടപ്പോൾ എല്ലാം മാറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അവതക്കുട്ടിയെയും കൈ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. കിച്ചണിൽ പോയിട്ട് ചായ വെക്കാൻ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾ പറയുന്നുണ്ട്, എൻ്റെ അടുക്കളയിൽ ആരും കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അത് കേട്ടതും അവതക്കുട്ടിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം കൊണ്ടുവന്നതാണോടാ, നിൻ്റെ അപ്പൻ ഉണ്ടാക്കിയതാണോ ഈ അടുക്കളയും ഈ വീടൊക്കെ, എൻ്റെ മകൻ്റെയാണ്, നീ എന്തിനാടാ അവളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് മാറി തന്നാൽ മാത്രം മതി, ഞാൻ വലിയപ്പച്ചനുള്ള ചായ ഞാൻ വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് മൂന്നാളും കൂടെ കുടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന കിച്ചണിൽ നിൽക്കുന്ന ആൾ ചായ വേണ്ട എന്ന് പറയണം. അപ്പോൾ അവതക്കുട്ടിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, മേടിച്ച് കുടിക്കടാ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും എന്നൊക്കെ പറയുന്നുണ്ട്. അവതക്കുട്ടി ചായ കുടിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ നല്ല ചായയാണ് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവതക്കുട്ടി സ്റ്റാൻലിയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, അവളെ കണ്ടത് നീ എങ്ങനെയാണ് ഇപ്പോൾ സ്വന്തം മകളാണെന്ന് ബോധ്യപ്പെട്ടു എന്നുള്ളത് എനിക്ക് അവളെ നേരിൽ കണ്ടപ്പോൾ മനസ്സിലായി, അങ്ങനെ ചിന്നമ്മയാണ്, അവളുടെ നടത്തവും ഭാവവും സംസാര രീതിയും ചിരിയും എല്ലാം ചിന്നമ്മയെ പോലെ തന്നെയാണ്, നീ അവളോട് ഇത്തിരി സ്നേഹത്തോടെ പെരുമാറണം, അത് അവളുടെ മനസ്സിലുണ്ട്, നീ സ്നേഹത്തോടെ പെരുമാറുന്നില്ല എന്നത് ഉള്ളത് അവളുടെ മുഖം കാണുമ്പോൾ അറിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ചനല്ലേ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞിട്ട് വന്നതല്ലേ, ഇപ്പം എന്താ മാറിയോ, മനസ്സ് മാറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു വിടാനൊന്നും തോന്നില്ല മോനെ, അവൾ എൻ്റെ മനസ്സ് മാറ്റിക്കളഞ്ഞു, അവളൊരു നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലിയുടെ അടുത്ത് അതുകുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.